നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ഓസ്ട്രേലിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട 17ാമത്തെ എപ്പിസോഡാണ് ഇത്. മെൽബോൺ അടുത്തുള്ള ഒട്ടാവെ റെയിൻ ഫോറസ്റ്റിലൂടെ യാത്രയായിരുന്നല്ലോ, കാൽനട യാത്രയായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചത്. അത് നമുക്ക് അവസാനിപ്പിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് തുടരാം. ഈ യാത്ര ഈ റെയിൻ ഫോറസ്റ്റിലൂടെ, അതായത് ഈ മഴക്കാടുകളിലൂടെ യാത്ര നമുക്ക് തുടരാം. അടഞ്ഞതും തുടർച്ചയായതുമായ വൃക്ഷമേലാപ്പ്, ഈർപ്പത്തെ ആശ്രയിച്ചുള്ള സസ്യജാലകങ്ങൾ, ഹൈപ്പി എപ്പിസെറ്റുകളുടെയും ലിയാനകളുടെയും സാന്നിധ്യം, കാട്ടുതീയുടെ അഭാവം എന്നിവയാൽ സവിശേഷതയുള്ള വനങ്ങളാണ് മഴക്കാടുകൾ. മഴക്കാടുകളെ പൊതുവെ ഉഷ്ണമേഖല മഴക്കാടുകൾ അല്ലെങ്കിൽ മിതശീതോഷ്ണ മഴക്കാടുകൾ എന്ന് തരംതിരിക്കാം. എന്നാൽ മറ്റ് തരത്തിലുള്ള മഴക്കാടുകളിലും റെക്കാർഡുകൾ ഉണ്ട്. അതേപ്പറ്റി നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തോടുകൂടി. മഴക്കാടുകളിൽ തദ്ദേശീയമായി കാണപ്പെടുന്ന എല്ലാ ജൈവ ഇനങ്ങളുടെയും 40% മുതൽ 75% വരെ കണക്കാക്കുന്നു. ഉഷ്ണമേഖല മഴക്കാടുകളിൽ ഇപ്പോഴും കണ്ടെത്താനാവാത്ത ദശലക്ഷക്കണക്കിന് സസ്യജാലകങ്ങൾ, പ്രാണികൾ, സൂക്ഷ്മാണുക്കൾ എന്നിവ ഉണ്ടാകാം. ഉഷ്ണമേഖല മഴക്കാടുകളെ ഭൂമിയുടെ രത്നങ്ങൾ എന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഔഷധശാല എന്നും വിളിക്കുന്നു. കാരണം പ്രകൃതിദത്ത മരുന്നുകളുടെ 4/1 കൂടുതൽ അവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. വനനശീകരണം, അതിൻ്റെ ഫലമായി ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടൽ, അന്തരീക്ഷ മലിനീകരണം എന്നിവ കാരണം മഴക്കാടുകളും പ്രാദേശിക മഴക്കാടുകളും ഇനങ്ങളും വേഗത്തിൽ അപ്രത്യക്ഷമാകുന്നുണ്ട്. മഴക്കാടുകളുടെ സവിശേഷത അടച്ചതും തുടർച്ചയായതുമായ വൃക്ഷമേലാപ്പ്, ഉയർന്ന ഈർപ്പം, ഈർപ്പത്തെ ആശ്രയിച്ചുള്ള സസ്യജാലങ്ങളുടെ സാന്നിധ്യം, ഇലകളുടെ നനഞ്ഞ പാളി, എപ്പിഫൈറ്റുകളുടെയും ലിയാനുകളുടെയും സാന്നിധ്യം, കാട്ടുതീയുടെ അഭാവം എന്നിവയാണ്. മഴക്കാടുകളുടെ ഏറ്റവും വലിയ പ്രദേശങ്ങൾ ഉഷ്ണമേഖല അല്ലെങ്കിൽ മിതശീതോഷ്ണ മഴക്കാടുകളാണ്. എന്നാൽ ഉപ ഉഷ്ണമേഖല മഴക്കാടുകൾ, ലിറ്റോറൽ മഴക്കാടുകൾ, മേഘക്കാടുകൾ, മുന്തിരിവള്ളികൾ, വരണ്ട മഴക്കാടുകൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് സസ്യ അസോസിയേഷനുകളെ വിവരിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖല മഴക്കാടുകളുടെ സവിശേഷത ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയാണ്. ഗണ്യമായ വരണ്ട കാലാവസ്ഥയല്ല. സാധാരണയായി ഭൂമധ്യരേഖയ്ക്ക് 10 ഡിഗ്രി വടക്കും തെക്കും ഉള്ളിൽ കാണപ്പെടുന്നു. വർഷത്തിലെ എല്ലാ മാസങ്ങളിലും ശരാശരി പ്രതിമാസ താപനില 18 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ശരാശരി മഴ 168 സെൻറ്റിമീറ്റർ കുറയാത്തതും 1000 സെൻറ്റിമീറ്ററിൽ അല്ലെങ്കിൽ 360 ഇഞ്ച് കവിയാൻ സാധ്യതയുള്ളതുമാണ്. എന്നിരുന്നാലും ഇത് സാധാരണയായി 175 മീറ്ററിനും 200 സെൻറ്റിമീറ്ററിനും ഇടയിലാണ് കിട്ടുന്നത് മഴയുടെ അളവ്. ലോകത്തിലെ പല ഉഷ്ണമേഖല വനങ്ങളും മൺസൂൺ ട്രിഫിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. ഉഷ്ണമേഖല ഈർപ്പമുള്ള വനങ്ങളുടെ വിശാലമായ വിഭാഗം ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കൽ എന്നിവയ്ക്കിടയിലുള്ള ഭൂമധ്യരേഖ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ മ്യാൻമർ, ബർമ്മ മുതൽ ഫിലിപ്പൈൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ, പപ്പുവ ന്യൂ ഗിനിയ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖല കാടുകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ സബ് സഹറാൻ ആഫ്രിക്കയിലും കമറൂൺ മുതൽ കാങ്കോ വരെ, തെക്കേ അമേരിക്ക ഉദാഹരണത്തിന് ആമസോൺ മഴക്കാടുകൾ, മധ്യ അമേരിക്ക ഉദാഹരണം ബോസാവസ്, തെക്കൻ യുറിറ്റാൻ പെൻസുല, പീറ്റേഴ്സ് ബെലീസ്, കമറൂൺ, ഓസ്ട്രേലിയ, പസഫിക് ദ്വീപുകൾ എന്നിവിടയിലാണ് ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിലായി ഈ ഉഷ്ണമേഖലകൾ കണ്ടിട്ടുള്ളത്. ഉഷ്ണമേഖല വനങ്ങളെ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും പ്രകാശ സംരക്ഷണം വഴി മഴക്കാടുകൾ അന്തരീക്ഷത്തിലേക്ക് വളരെ കുറച്ച് ഓക്സിജൻ മാത്രമേ നൽകുന്നുള്ളൂ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗവേഷണങ്ങൾ അതൊക്കെയാണ് തെളിയിക്കുന്നത്. ഭൂഗോളത്തിൻ്റെ വലിയൊരു ഭാഗം ഉഷ്ണമേഖല വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള ചുരുക്കം ചില പ്രദേശങ്ങളിൽ മാത്രമേ മിതശീതോഷ്ണ മഴക്കാടുകൾ കാണപ്പെടുന്നുള്ളൂ.
മീതശീതോഷ്ണ പ്രദേശങ്ങളിലെ മഴക്കാടുകളാണ് മീതശീതോഷ്ണ മഴക്കാടുകൾ. വടക്കേ അമേരിക്കയിലും ബ്രിട്ടീഷ് കോളനിയ, വാഷിംഗ്ടൺ, ഒറിഗോൺ, കാലിഫോർണിയ എന്നിവിടങ്ങളിലെ പസഫിക് വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിലും അയർലൻഡ്, സ്കോട്ട്ലൻഡ് എന്നിവയുടെ തീരപ്രദേശങ്ങൾ പോലുള്ള ബ്രിട്ടീഷ് ദ്വീപുകളുടെ ചില ഭാഗങ്ങൾ, തെക്കൻ നോർവേയൻ അഡിയാട്രിക് തീരത്തുള്ള പടിഞ്ഞാറൻ ബാൽക്കൻസിലെ ചില ഭാഗങ്ങൾ, അതുപോലെ ഗലീഷ്യയിലും ജോർജിയ, തീരദേശ തുർക്കി എന്നിവ ഉൾപ്പെടെ കിഴക്കൻ I think I paid $100 Australian for 5 nights for something about this size in Hong Kong. Well, actually in Kowloon. And have you been to company? സഖാവിൻ ദ്വീപിലും തൊട്ടടുത്തുള്ള റഷ്യൻ ഫാർ ഈസ്റ്റ് തീരത്തും തെക്കേ അമേരിക്കയിലെ തെക്കൻ ചിലി, ഓസ്ട്രേലിയയിലെ ന്യൂസിലൻഡിലും ഇവ കാണപ്പെടുന്നുണ്ട്. വരണ്ട മഴക്കാടുകൾക്ക് മറ്റു മഴക്കാടുകളെ അപേക്ഷിച്ച് കൂടുതൽ തുറന്ന മേലാപ്പ് പാളികളുണ്ട്. കൂടാതെ മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ, അതായത് 630 മുതൽ 1100 മില്ലിമീറ്റർ മഴ കാണുന്ന സ്ഥലങ്ങളാണ് ഇത് പ്രധാനമായിട്ടും കാണുന്നത്. സാധാരണയായി ഇവയിൽ 2 പാളി മരങ്ങളുണ്ട്. ഒരു ഉഷ്ണമേഖല മഴക്കാടുകളിൽ സാധാരണയായി നിരവധി പാളികൾ ഉണ്ടാകും. ഓരോന്നിലും ആ പ്രത്യേക പ്രദേശത്ത് ജീവിക്കാൻ അനുയോജ്യമായ വ്യത്യസ്ത സസ്യങ്ങളും മൃഗങ്ങളും ഉണ്ടാകും. ഉദാഹരണത്തിന് എമർജൻസ്, മേലാപ്പ്, അടിത്തട്ട്, വനത്തിൻ്റെ അടിത്തട്ട് പാളികൾ എന്നിവയാണ് അതിന് പ്രത്യേക പാളികൾ ഉള്ളത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എമർജൻസ് പാളിയിൽ എമർജൻസ് എന്നറിയപ്പെടുന്ന വളരെ പഴയ മരങ്ങൾ വളരെ കുറവാണ്. ഇവ പൊതുവെ മേലാപ്പിന് മുകളിൽ വളരുന്നുണ്ട്. 45-50 മീറ്റർ ഉയരം വരെ ഇത് എത്തുന്നുണ്ട്. എന്നിരുന്നാലും ചില ജീവിവർഗങ്ങൾ ചിലപ്പോൾ 70-80 മീറ്റർ വരെ ഉയരത്തിൽ എത്തും. ചില പ്രദേശങ്ങളിൽ മേലാപ്പിന് മുകളിൽ ഉണ്ടാകുന്ന ചൂടുള്ള താപനിലയെയും ശക്തമായ കാറ്റിനെയും അവയ്ക്ക് നേരിടാൻ കഴിയേണ്ടതായിട്ടുണ്ട്. കഴുകന്മാർ, ചിത്രശലഭങ്ങൾ, വവ്വാലുകൾ, ചില കുരങ്ങുകൾ എന്നിവ ഈ പാളികളാണ് വസിക്കുന്നത്. നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഴക്കാടുകളുടെ നടത്തം ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ളതാണ്. അടയാളപ്പെടുത്തിയ സർക്യൂട്ട് പിന്തുടർന്ന് നടന്നാൽ ഏകദേശം 30-40 മിനിറ്റിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയും. ബെഞ്ചുകളിൽ ഇടവേളയിൽ കിടക്കുക, പക്ഷികളെ ശ്രദ്ധിക്കുക, ഫോണിലൂടെയും നടപ്പാതകൾക്കിടയിലൂടെയും ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം ആസ്വദിക്കുക എന്നിവ നമ്മളുടെ ഈ നടത്തത്തെ കൂടുതൽ നിലനിർത്താൻ സഹായിക്കും. കൂടുതൽ വിശ്രമം കിട്ടാനും സഹായിക്കും. ഈസിയായിട്ട് നമുക്ക് ഈ നടത്തം പൂർത്തീകരിക്കാനും സഹായിക്കും. ട്രീ ടോപ്പ് നടത്തം ഉൾപ്പെടെ ഒരു റൗണ്ട് ട്രിപ്പ് ഏകദേശം 7 മുതൽ 10 കിലോമീറ്റർ വരെയാണ്. നമ്മളുടെ നടത്തത്തിൻ്റെ വേഗത അനുസരിച്ച്, അതായത് ട്രീ ടോപ്പ് നടത്തം 3-3.5 മണിക്കൂർ സാധാരണ എടുക്കും. ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയും, ശനി, ഞായർ, പൊതു അവധി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയുമാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് തന്നെ ഗേറ്റ് അടയ്ക്കും. മെയിനായിട്ടുള്ളത് അത് നമ്മുടെ നിരാശ ഒഴിവാക്കാൻ സന്ദർശകർക്ക് റേഞ്ച് സ്റ്റേഷനിൽ നിന്നും വൈകുന്നേരം 4:45 പാലത്തിലേക്ക് കാൽനട മടക്കയാത്ര ആരംഭിക്കാൻ നിർദ്ദേശം നൽകാറുണ്ട്. ഏതായാലും നമ്മുടെ ഈ ട്രിപ്പിൽ ആ സ്കൈ വാക്ക് അല്ലെങ്കിൽ ടോപ്പ് ട്രീ വാക്ക് നടത്താനുള്ള സാഹചര്യം നമുക്കില്ല. കാരണം സമയത്തിൻ്റെ പരിമിതി കാരണം നമുക്കിവിടെ ആകപ്പാടെ 1/2 മണിക്കൂർ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം സന്ദർശിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. എങ്കിലും പ്രേക്ഷകരായ നിങ്ങൾക്ക് ഈ വനത്തിൻ്റെ കാര്യങ്ങൾ വിശദമായി തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വക കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. സ്കൈ വാക്കിന് ഏകദേശം 11 ടവറുകളും 8 പാലങ്ങളും ചേർന്നാണ് ഫോറസ്റ്റ് സ്കൈ വാക്കിൻ്റെ ഉയരം 18 മീറ്റർ മുതൽ 50 മീറ്റർ വരെ കാണും. 250 മീറ്റർ നീളമുണ്ട് ആ പാലത്തിന്. ഫോറസ്റ്റ് സ്കൈ വാക്കിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് എളുപ്പ വഴിയിലൂടെ 100 മീറ്റർ നടക്കേണ്ടതായിട്ടുണ്ട്. സ്കൈ വാക്കിൽ എത്തിക്കഴിഞ്ഞാൽ സന്ദർശകർക്ക് ലൂപ്പ് പൂർത്തിയാക്കാൻ 30 മുതൽ 40 മിനിറ്റ് വരെ ചിലവാക്കേണ്ടതായിട്ടുണ്ട്. ഈ മഴക്കാടുകളിൽ നമുക്ക് അനുവദിച്ചിരുന്ന സമയം പൂർത്തിയാകുകയും നമുക്ക് തിരിച്ചു വന്ന് നമ്മുടെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. ഇനി ഈ ഗ്രാമപ്രദേശങ്ങളുടെ നീണ്ട യാത്രയാണ് നമുക്കുള്ളത്. ഏകദേശം 1 മണിക്കൂർ ഇനിയും പിന്നിടേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഒരു പ്രധാന സ്റ്റേഷനിൽ എത്താൻ വേണ്ടി, നമ്മുടെ ഇന്നത്തെ യാത്രയുടെ പ്രധാന സ്റ്റേഷനിൽ.
അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ മാത്രമേ നിങ്ങൾക്ക് വിവരിച്ച് തരികയുള്ളൂ. കാരണം അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് വളരെ നീണ്ടുപോകും. അതുകൊണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിവരിച്ചു തരാം. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് മെൽബോണിൻ്റെ, അതായത് നമ്മളിപ്പോൾ വഹിക്കുന്ന ഗ്രേറ്റ് ഓഷ്യൻ ട്രിപ്പിൻ്റെ ഒരു ഭാഗത്തായ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ്. ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് കൂടുതലും നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള, താരതമ്യപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഭൂപ്രദേശങ്ങളാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. കൃഷിയിടങ്ങൾ, കന്നുകാലി വളർത്തൽ, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, കുറേ ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ വീടുകളും ചെറിയൊരു പട്ടണവും, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളെല്ലാം പച്ചപ്പ് നിറഞ്ഞതാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകമായിട്ട് കാണാൻ സാധിച്ചതും അറിയുന്നതും. കർഷകരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ താമസിച്ചതൊന്നും തന്നെയില്ല, വളരെ ദൂരയിൽ നിന്നാണ് ഇവിടെ കർഷകർ വന്നിട്ട് ഇവിടെ കൃഷി നടത്തുന്നതും കന്നുകാലികളെ വളർത്തുന്നതും. മനോഹരമായ ഈ സ്ഥലങ്ങൾ എത്ര കണ്ടാലും മതി വരത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഭൂപ്രകൃതി ഇതിന് അനുഭവിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ ഓരോന്നും ഞാൻ വീഡിയോയിൽ പകർത്തിക്കൊണ്ട് എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അടുത്ത സ്റ്റേഷനിലെത്താൻ ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 മണിക്കൂറോളം വേണം. മറ്റു വിശേഷങ്ങളും അത്ഭുതമായ കാഴ്ചകളും നിങ്ങളിൽ വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.